ആദ്യം പോകുന്നത് മലപ്പുറം കരുവാരക്കുണ്ടാണ്. അവിടെ വീണ്ടും കടുവയെ കണ്ടിട്ടുണ്ട്. കേരള എസ്റ്റേറ്റിൽ സൈലന്റ് വാലിയോട് ചേർന്ന പ്രദേശത്താണ് കടുവയെ കണ്ടത്. കടുവയെ പിടികൂടാത്തതിലുള്ള പ്രതിഷേധം ഈ മേഖലയിൽ ശക്തമാണ്. വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞ് നാട്ടുകാരും UDF പ്രവർത്തകരും പ്രതിഷേധിച്ചിരിക്കുന്നു. നമുക്ക് കാണാം. കരുവാരക്കുണ്ടിൽ നാളെ വനംവകുപ്പ് ക്യാമ്പ് ചെയ്യും. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് വിവരങ്ങൾ നൽകാൻ. പൊതുവായ ജനങ്ങൾ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. കാരണം നിരന്തരമായി മരണങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ആ കടുവയെ പിടികൂടണം എന്നുള്ളിടത്ത് കടുവ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ള പൊതുധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ്. സമീർ ബിൻ കരീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, ഈ കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടത് സ്വാഭാവികമായും നാട്ടുകാരിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരള എസ്റ്റേറ്റിലെ സൈലന്റ് വാലിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾ കാണുന്നത്. എന്താണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് വനം വകുപ്പിന് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നൽകാനുള്ള മറുപടി? ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നുണ്ടോ സമീർ? ഗോപികൃഷ്ണൻ, നിലവിൽ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നത് ഈ കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിന് സമീപമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഇവിടെ തടഞ്ഞുകൊണ്ട് നാട്ടുകാർ അവരെ പോകാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവർ പ്രധാനമായും പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയോളം ദിവസങ്ങളായി ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു, പക്ഷേ കടുവയെ കണ്ടിട്ട് കൂടി വെടിവെക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല ആക്ഷേപമായിരുന്നു അവർ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വനം വകുപ്പും പോലീസും ചേർന്നുകൊണ്ട് നാട്ടുകാരുമായി ചർച്ച നടത്തി. ചർച്ചക്കൊടുവിൽ ഈ കരുവാരക്കുണ്ടിൽ കൂടി വനം വകുപ്പ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ കാളികാവിൽ മാത്രമായിരുന്നു വനം വകുപ്പ് ക്യാമ്പ് ചെയ്തിരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ കാളികാവിൽ മാത്രമായിരുന്നു ഈ കടുവയെ കണ്ടിരുന്നത്. പിന്നീട് കരുവാരക്കുണ്ട് മേഖലയിൽ ഈ കടുവ എത്തി എന്ന് വനം വകുപ്പിനെ അറിയിക്കുമ്പോൾ അവിടെ നിന്നും ഈ കാളികാവിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് വനം വകുപ്പ് എത്തുമ്പോഴേക്കും ഈ കടുവ മറ്റുള്ള ഇടങ്ങളിലേക്ക് മറയുന്നൊരു സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചതോടു കൂടിയാണ് നാളെ മുതൽ തന്നെ ഈ കരുവാരക്കുണ്ടിലും ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വനം വകുപ്പ് തീരുമാനിച്ചത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനം വകുപ്പിന്റെ വാഹനം ഇവിടെ നിന്നും പോകാൻ നാട്ടുകാർ അനുവദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ഈ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താൻ എസ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ്, പാറശ്ശേരി, അടയ്ക്കാക്കുണ്ട്, 70 ഏക്കർ, 50 ഏക്കർ, പാന്ത്ര തുടങ്ങിയ ഇടങ്ങളിലാണ് ഇതുവരെ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ചിലയിടങ്ങളിൽ ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതാണ്, മറ്റുള്ള ഇടങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലൊക്കെ തന്നെയുള്ള ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് വനം വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. രാവിലെയും രാത്രി സമയങ്ങളിലും ഒറ്റയ്ക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും വനം വകുപ്പ് നിർദ്ദേശം നൽകുകയാണ്. ഇന്നും ഈ ആർത്തല എസ്റ്റേറ്റിന് സമീപമാണ് ഇന്നും ഈ കടുവയെ നാട്ടുകാർ കണ്ടത്. ഇന്നലെയും ഈ ഭാഗത്ത് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കാരണം കടുവയെ നേരിട്ട് കണ്ടിട്ട് പോലും വനം വകുപ്പിനെ ഇവരെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള സ്വാഭാവികമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മേഖലയിലുള്ള ആളുകളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ടാപ്പിംഗ് ആണ്. ഈ കടുവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ നേരത്തെയും ഒക്കെ തന്നെ ഇവർക്ക് ഈ ടാപ്പിങ്ങിന് പോകാനുള്ള ഒരു കഴിയുന്നില്ല എന്നുള്ള ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ ഗഫൂർ എന്ന് പറയുന്ന ടാപ്പിംഗ് തൊഴിലാളിയാണ് ടാപ്പിങ്ങിനിടെ ഈ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതമാർഗത്തെ ആകെ ഈ കടുവ ഭീതി ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ സമീപത്തെ സ്കൂളുകളിലാണ് ഈ കുങ്കിയാനെ പാർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റൊരു സ്കൂളിലുമാണ് താമസിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സ്കൂൾ കൂടി തുറക്കാനായ സാഹചര്യത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട സ്കൂളുകൾക്കും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവാ ദൗത്യം നീണ്ടു പോവുകയാണെങ്കിൽ അത് സ്കൂളിന്റെ പ്രവർത്തനത്തെ കൂടി ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയും ഈ നാട്ടിലെ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. സമീർ, ഈ കാളികാവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്തിരുന്നു. നാളെ ഇപ്പോൾ കരുവാരക്കുണ്ടിൽ ക്യാമ്പ് ചെയ്യുമെന്ന് പറയുന്നു. കടുവയുടെ സാന്നിധ്യം ഉറപ്പായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയമായിരിക്കും. ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്, അവർക്ക് സമയം നിശ്ചയിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ വനം വകുപ്പിന്റെ പുതിയ നിർദ്ദേശങ്ങളെയൊക്കെ നാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത്? അവരതെല്ലാം അനുസരിക്കാൻ തയ്യാറാകുമോ? പിന്നെ നാട്ടുകാർക്ക് എല്ലായിടങ്ങളിലും ഈ വന്യജീവി ആക്രമണ ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നാട്ടുകാർക്ക് വനം വകുപ്പിനെ കുറിച്ച് പരാതികളുണ്ട്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയിച്ചിട്ടും വേണ്ട സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവർ നേരത്തെ പറയുന്നതും കേട്ടിരുന്നു. എന്താണ് കാളികാവിലെയും കരുവാരക്കുണ്ടിലെയും ഒക്കെ ജനങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? സ്വാഭാവികമായും അവർ ഭയത്തിലായിരിക്കും.
അവർക്ക് ഈ വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായും പാലിക്കാൻ അവർ സന്നദ്ധരാണോ? എന്താണ് നിലവിൽ അവരുടെ ഒരു മാനസികാവസ്ഥ? ഗോപികൃഷ്ണൻ, ഈ വനം വകുപ്പിന് കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധവും അമർഷവും പരാതിയുമുണ്ട്. പക്ഷേ ഈ വനം വകുപ്പിന്റെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതിലപ്പുറം അവർക്ക് മറ്റൊന്നൊരു കാര്യം ചെയ്യാനില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാസ്തവം എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഈ നാട്ടുകാരുടെ ആവശ്യം കൂടി ഈ വനം വകുപ്പും കൂടി ഈ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ കരുവാരക്കുണ്ടിൽ കൂടി ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വനം വകുപ്പ് തീരുമാനിച്ചതും നാട്ടുകാരുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാരണം ഈ കരുവാരക്കുണ്ടും കാളികാവും തമ്മിൽ അല്പം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരുവാരക്കുണ്ടിൽ ഈ വനത്തിലും മറ്റുമൊക്കെ തന്നെ ഈ കടുവയെ കാണുന്ന സമയത്ത് ഈ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കും. അങ്ങനെ കാളികാവിൽ നിന്നും ദൗത്യ സംഘം കരുവാരക്കുണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ കടുവ പോകേണ്ടിടത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ഈ കരുവാരക്കുണ്ട് മേഖലയിൽ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലയിൽ ഒരു കൂട് കൂടി വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിരീക്ഷണ ക്യാമറകളും ലൈവ് സ്ട്രീമിംഗ് നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഈ നാട്ടുകാർ കണക്ക് കൂട്ടുന്നത്. നേരത്തെ കാളികാവിൽ 3ഓളം കൂടുകൾ വനം വകുപ്പ് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ കൂട്ടിലൊന്നും തന്നെ കടുവ അകപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വാസ്തവം എന്നുള്ളതാണ്. 50ലധികം നിരീക്ഷണ ക്യാമറകളും ഏതാണ്ട് 6ഓളം വരുന്ന ഈ ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 30 പേരടങ്ങുന്ന വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് RRT ഈ വനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നത്. ഈ വനം വകുപ്പ് ഇത്തരം നടപടികളായി പോകുമ്പോഴും ആളുകൾക്ക് അതിലൊരു പൂർണ്ണമായ വിശ്വാസം ഇല്ല എന്ന് തോന്നുന്നു. ഇപ്പൊ കാളികാവിൽ കൂടി സ്ഥാപിച്ചു, അപ്പോഴേ കടുവ മറ്റൊരു സ്ഥലത്ത് കാണുന്നു, കരുവാരക്കുണ്ടിൽ ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു, അപ്പോഴേക്കും കടുവ എത്തേണ്ടടുത്ത് എത്തിക്കാണും എന്നൊക്കെ നാട്ടുകാർ തന്നെ പറയുന്ന നിലയുണ്ടാകുന്നു. വനംവകുപ്പിനും അവരുടേതായ പരിമിതികളും പരാധീനതകളും ഒക്കെ ഒരുപക്ഷെ കാണും. പക്ഷേ നാട്ടുകാരുടെ ജീവന് സംരക്ഷണം ഉറപ്പാക്കുക, വന്യജീവികളുടെ അവരുടെ ആക്രമണ ഭീതിയിൽ നിന്ന് നാട്ടുകാരെ സംരക്ഷിക്കുക എന്നതാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. അത് നടപ്പാക്കേണ്ടതാണ്. ആതിര മുക്കം ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം കുറിക്കുന്നുണ്ട്. കാളികാവിലും കരുവാരക്കുണ്ടിലുമുള്ളവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ഇതുവരെ കടുവയെ പിടിക്കാൻ കഴിയാത്തതിന് അത് വനംവകുപ്പിന് അനാസ്ഥയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആതിരാം, വനംവകുപ്പിനും പരിമിതികളുണ്ട്, പക്ഷേ അതൊന്നും നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കുന്നതിനൊരു തടസ്സമാകരുത്. കാണാമറയത്തെ കടുവ വീണ്ടും രംഗത്തെത്തി എന്ന് മാത്യു എഴുതുന്നു. ഷീജ എഴുതുന്നു, അവരുടെ അവകാശമാണ് പ്രതിഷേധിക്കുന്നത്, അവർ അവിടെ പേടിച്ചിട്ടാണ് കഴിയുന്നത്, ഒരാളെ കൊന്നതാണ് കടുവ എന്ന് ഷീജ ഓർമ്മിപ്പിക്കുന്നു. ഷീജ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സാഹചര്യമുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും നമുക്ക് അവരൊരു കുറ്റമായി പറയാൻ കഴിയില്ല. സീന മുഹമ്മദ് ചോദിക്കുന്നു, ആരുടെയെങ്കിലും പുലിപ്പല്ലുണ്ടെങ്കിൽ അത് തേടി ഒരു ജീപ്പിൽ കുത്തിത്തിരികെ ഇരുന്ന് പോയി പിടിച്ചുകൊണ്ടുവരാൻ ഈ വകുപ്പിന് വലിയ ഉത്സാഹമാണ്. വേടന്റെ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് സീന മുഹമ്മദിന്റെ ഈ പരിഹാസം നിറഞ്ഞിട്ടുള്ള ഈ പ്രതികരണം നമ്മൾ കാണുന്നത്. രവികുമാർ എഴുതുന്നു, വനം മന്ത്രി ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകുന്നില്ലല്ലോ എന്ന വിമർശനം വനം മന്ത്രിക്കുണ്ട്. അബ്രഹാം തോമസ് എഴുതുന്നു, വനം വകുപ്പും വനം മന്ത്രിയും വൻ പരാജയമെന്നാണ്. അപ്പോൾ ആളുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഈ വാർത്തയുടെ പ്രതികരണമായി അവർ കുറിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് തർക്കത്തിന്റെ ആവശ്യമില്ല. വനംവകുപ്പിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഇത്തരം സന്ദർഭങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. അതിനുവേണ്ട സംവിധാനങ്ങൾ, അത് സുരക്ഷാ സംവിധാനങ്ങളാകാം, മുൻകരുതലുകളാകാം, ജാഗ്രതാ നിർദ്ദേശങ്ങളാകാം, അതെന്താണെങ്കിലും ഭീതി കൂടാതെ വീട്ടിന് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വനംവകുപ്പ് മുൻകൈയെടുക്കണം. അവരതിന് തയ്യാറാകണം. അതല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം അതിരുകടക്കും എന്ന കാര്യത്തിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.